ആൾക്കാരെ പറ്റിച്ച പോലെ ആയി. ആരെയും പറ്റിച്ചില്ലല്ലോ. നമ്മള് താലി കെട്ടുന്നേ കാണിക്കുന്നില്ല, പിന്നെ സിന്ദൂരം ഇടുന്നേ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്പലത്തിനകത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫൈനലി ഗൈസ്, ഐ ആം ബാക്ക് വിത്ത് വൺ ഓഫ് ആൻ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. ഇന്നലെ ഒരു ദിവസം തന്നെ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. സത്യസന്ധമായി പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കണ്ടു. ബിക്കോസ് ഐ എം എ ഡൈ ഹാർഡ് ഫാൻ ഓഫ് APG. അലിൻ ജോസ് പെരേരയുടെ വലിയൊരു ഫാനാണ് ഞാൻ. കാരണം എൻ്റെ മൂഡ് ലിഫ്റ്റ് ചെയ്യുന്ന, എനിക്ക് സ്ട്രെസ് റിലീഫ് തരുന്ന, എന്നെ ഭയങ്കര ഹാപ്പിയായി വെക്കുന്ന, ഏത് വീഡിയോ കണ്ടാലും ചിരിച്ച് എൻജോയ് ചെയ്യുന്ന, എൻ്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അലിൻ ജോസ് പെരേര. അപ്പോൾ ഫൈനലി ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ ആണിത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്നലെ സോഷ്യൽ മീഡിയ ഫുൾ ഈ ഒരു വീഡിയോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ആദ്യം ആ വീഡിയോ എന്താണെന്ന് കണ്ടിട്ട് വരാം. അലൻ എന്നോട് ചോദിച്ചു, ഒരു ദിവസം മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ശ്രീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു എന്താണ്? അപ്പൊ ഇങ്ങനെ നമുക്കൊരു ചായയൊക്കെ കുറിച്ച് സംസാരിച്ചാണെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ ഇടപ്പള്ളി വന്ന് ഞാനും അങ്ങനെ പോയിട്ട് സംസാരിച്ചു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു, കുറെ നേരം ഇരുന്ന് ആലോചിച്ചു. എന്നിട്ട് എത്തിയ തീരുമാനമാണിത്. അപ്പോൾ ഇന്നലെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കത്തിയ ഒരു ടോപ്പിക്കായിരുന്നു അലിൻ ജോസ് പെരേരയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. അലിൻ ജോസ് പെരേരയുടെ വീഡിയോസ് ഞാൻ എപ്പോഴും കാണുന്നൊരു വ്യക്തി എന്ന നിലയിലും എനിക്ക് തോന്നിയിട്ടുണ്ട് അലിൻ ജോസ് പെരേരയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, മേ ബി ടു ഗെറ്റ് മാരീഡ് ആയിരിക്കും. കാരണം ആള് കല്യാണം കഴിക്കും. ഗൾഫിൽ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ട്, കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ പേര് എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് കല്യാണം കഴിക്കൽ ഭയങ്കര താല്പര്യമുള്ളതാണ്. ആൻഡ് എപ്പോഴും ഈ കാര്യത്തെപ്പറ്റി പല നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുമ്പോഴും പുള്ളി ഭയങ്കര പോസിറ്റീവായ രീതിയിൽ, ഭയങ്കര ഇഷ്ടത്തോടു കൂടി, ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി, ക്രേസോടുകൂടിയാണ് പറയുക. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഒരു കല്യാണം പ്രതീക്ഷിച്ചിരുന്നു. എന്നെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ കരുതി ഓക്കെ ഫൈൻ, അലിൻ ജോസ് കല്യാണം കഴിച്ചു. ഇതിൻ്റെ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ, പിന്നെ അവർ ബുള്ളറ്റിലെങ്ങാനും ബുള്ളറ്റ് ഏതോ ഒരു വണ്ടിയിൽ പോകുന്ന ഒരു വീഡിയോ, പിന്നെ ഈ പെൺകുട്ടി പറയുന്ന ഒരു ലവ് സ്റ്റോറീനെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ആറാട്ടണ്ണൻ്റെ വരെ ഒരു കോമഡി ഉണ്ടായിരുന്നു. അലിൻ ജോസും ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ആറാട്ടണ്ണൻ ഉണ്ടായിരുന്നില്ല. ആളുടെ വീഡിയോയും ഇവിടെ ഉണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാം. ആ ടൈം ബ്ലോക്ക് ചെയ്തു. ഇവന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവൻ കല്യാണം കഴിച്ചു. ഇത് ഇപ്പം കൂടി കുറച്ച് കറുത്തതാണോ? കറുത്ത പെൺകുട്ടി പറ്റില്ല എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് വെച്ച് പറയുകയാണെങ്കിൽ ബുദ്ധിമാനായ പൊട്ടൻ, അല്ലെങ്കിൽ പൊട്ടനായ ബുദ്ധിമാൻ. ഇങ്ങനെ ഹലോ നിങ്ങൾ AGP വിളിച്ച് ചോദിക്കും. നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കും? ഞാൻ AGPയുടെ ആരാണ്? ഇപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ന്യൂസ്. AGPയുടെ കല്യാണമാണ് ന്യൂസാണ്. അയാൾ എന്തോ കോമാത്രം കാണിച്ചു, അത് ഞാൻ അനുഭവിക്കേണ്ട അവസ്ഥ എന്നാണ്. ഇത് എന്തൊരു ഗതികേടാ നോക്കി. ഇത് ഒരു 8 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോ ആണ്. ഭയങ്കര കോമഡിയാണ്. അലിൻ ജോസ് കിട്ടിയതിന് ഞാൻ എന്താക്കാനാണ്. കാരണം ഇവർ രണ്ടുപേരുമാണ് ഒരു കോംബോ ആയിട്ട് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത് എല്ലാവരും വിശ്വസിച്ചു. സത്യസന്ധമായി പറഞ്ഞാൽ എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ ഞാനും വിശ്വസിച്ചിരുന്നു കേട്ടോ. സത്യം പറയണ ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഇതിൻ്റെ യഥാർത്ഥ ന്യൂസ് വന്ന സമയത്താണ് ഞാൻ ആ ഫസ്റ്റ് വീഡിയോ വീണ്ടും ശ്രദ്ധിച്ചത്. ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം വിത്തൗട്ട് മ്യൂസിക്. നിങ്ങൾ ഈ നമ്മുടെ അലിൻ ജോസിൻ്റെ ഫേസ് ഒന്ന് നോക്കി നോക്ക്. പൊതുവെ ഏത് വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് വായ തോറാണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. ആളുടെ ചില ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ അലിൻ ജോസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുന്നത്. തൊട്ടടുത്തുള്ള പെൺകുട്ടിയാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നത്. അവൾ കുറച്ച് നല്ല രീതിയിൽ ഓവറാക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഈ വീഡിയോയിൽ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഞാൻ കരുതി അലിൻ ജോസിനൊക്കെ കിട്ടുന്ന ഒരു പെൺകുട്ടിയാണല്ലോ, അപ്പോൾ ആ ഒരു വൈബിലുള്ള ഒരാളാവണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ വിട്ടത്. അങ്ങനെ ഭയങ്കര സെറ്റപ്പാന്നൊക്കെ കരുതി ഞാനിങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ നാളെ ആയിരിക്കും കാണുക. എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അലിൻ ജോസ് പെരേരയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയാം, എപ്പോൾ? അത് കല്യാണമൊന്നുമല്ല, അത് ഫേക്കാണ്, ഫോട്ടോഷൂട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വാട്ട്? പല പേജുകളിലും വന്നു, പല ഇതിലും അലിൻ ജോസിൻ്റെ പേജിൽ തന്നെ പലതും വന്നല്ലോ, എന്ത് ചെയ്യുന്നോണോ പറഞ്ഞത്.
അത് ഫേക്കാണ്, അത് കല്യാണമല്ല, അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം മീഡിയയിൽ വന്നിങ്ങനെ പറഞ്ഞതും അവരിങ്ങനെ സംസാരിച്ച സമയത്ത് നമ്മൾ വിശ്വസിച്ചെങ്കിലും ഇവർ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാധനം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പറയാം. ആൾക്കാരെ പറ്റിച്ച പോലെ ആയി. ആരെയും പറ്റിച്ചില്ലല്ലോ. നമ്മള് താലി കെട്ടുന്നേ കാണിക്കുന്നില്ല, പിന്നെ സിന്ദൂരം ഇടുന്നേ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്പലത്തിനകത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതില്ല, പിന്നെ ഒന്നും അങ്ങനത്തെ സംഭവം. അപ്പൊ പറ്റിച്ചൊന്നും ആൾക്കാർക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മാലയും ഇട്ട് ഒരാളുടെ കൂടെ നിന്ന് ഞാനിവനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും. ഒരു വീഡിയോ കണ്ട സമയത്താണ് എനിക്ക് ബേസിക്കലി ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണമെന്ന് തോന്നിയത്. കാരണം ഞാൻ അലിൻ ജോസിൻ്റെ ഡൈഹാർഡ് ഫാനാണ്. ആളുടെ മണ്ടത്തരവും പൊട്ടത്തരവും ആൾ കാണിച്ചു കൂട്ടുന്ന സോഷ്യൽ മീഡിയ കളികളും ഓട്ടവും ചാട്ടവും ഇനാഗ്രേഷനും ഒക്കെ ഞാനിങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷെ ഇത് ഏതോ ഒരു പോയിന്റിൽ എനിക്കും പേഴ്സണലി ഭയങ്കര നെഗറ്റീവ് അടിച്ചു ഇൻ ദ സെൻസ്, ഒരാൾ എത്രത്തോളം മാനിപ്പുലേറ്റീവ് ആണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രത്തോളം. കാരണം ഇവർ തന്നെ വന്ന് പലതും മീഡിയയിൽ പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ തന്നെ മാറ്റി പറയാണ് ഞങ്ങൾ താലി കെട്ടിയതിൻ്റെ കാണിച്ചില്ലല്ലോ, അത് കണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കാണിച്ചത് എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് തിങ്, അലിൻ ജോസിക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ടല്ല എന്നെനിക്ക് വിശ്വാസമാണ്. അലിൻ ജോസ് പെരേരയ്ക്ക് ഇതുകൊണ്ട് റീച്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആൾ എന്ത് ചെയ്താലും ആൾ റീച്ചും വൈറലുമാണ്. പക്ഷേ മേ ബി കൂടെ വർക്ക് ചെയ്ത കോ ആക്ട്രസിൻ്റെ ഒരു ഐഡിയ ആയിരിക്കാം ആളെ ഇന്ന് ഈ ഒരൊറ്റ കണ്ടന്റ് കൊണ്ട് തന്നെ എന്തായാലും എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. മേ ബി ദാറ്റ് പെർട്ടിക്കുലർ ലേഡിയുടെ ഒരു ഐഡിയ ആവാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഡു യു തിങ്ക് ഇസ് ദിസ് റൈറ്റ്? ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഐ മീൻ എ കൺഫ്യൂസ് മൈൻഡ്. ശരിയാണോ ശരിയല്ലയോ? ഒരു 70-60% പറയുന്നു ദറ്റ് വാസ് റോങ്, ബട്ട് 40% പറയുന്നു ഇൻ എ കൺഫ്യൂസ് സ്റ്റേറ്റ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആൻഡ് ടെൽ മീ യുവർ ഒപ്പീനിയൻ അബൌട്ട് അലിൻ ജോസ് പെരേര. എങ്ങനെയാണ് അലിൻ ജോസ് പെരേരൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് പറയാം. കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ കോമഡി ആൾക്കാരെ അറിയാം, കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് വെച്ചാൽ വളരെ ഫണ്ണി ആയിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷേ ജീവനോടുകൂടി നിന്ന് വാ തുറന്നാൽ തന്നെ, അല്ലെങ്കിൽ ആ മുഖത്തിലെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ നമ്മളെ ചിരിപ്പിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിലേറ്റവും വലിയൊരാളാരാ എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ സേ ദറ്റ്സ് അലിൻ ജോസ് പെരേര. എനിക്ക് ആറാട്ടണ്ണനേക്കാളും ഒരു പടി മുകളിലാണ് ആര്, അലിൻ ജോസ് പെരേര. അപ്പോൾ ആളുടെ ഒരു ആറ്റിറ്റ്യൂഡും ഡാൻസും ആ ഒരു ഗുസ്തിയുടെ വീഡിയോയും എല്ലാം. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി വൈഡു എന്തിനു വേണ്ടി ഈ ഒരു സാധനം ചെയ്തതുകൊണ്ട് എന്ത് കിട്ടി, എന്തിനാ ഇത്ര മാനിപ്പുലേറ്റീവ് ആയത് എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഈ വീഡിയോൻ്റെ എക്സ്പ്ലനേഷൻ പാർട്ടിലാണെങ്കിലും ദി മാരേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാർട്ടിലാണെങ്കിലും അലിൻ ജോസ് വളരെ ക്വയറ്റായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഇന്നേ വരെ ആ പെർട്ടിക്കുലർ വ്യക്തിനെ ഇങ്ങനെ ക്വയറ്റായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എവിടെയും ആ ഒരു ആറ്റിറ്റ്യൂഡും കളിയും മാത്രമാണ്. ഇപ്പോൾ മേ ബി പെർട്ടിക്കുലർ ലേഡി റീച്ച് ആവാൻ വേണ്ടി ശ്രമിച്ച ഒരു സാധനമായിരിക്കാം. ആണെങ്കിലും അല്ലെങ്കിലും നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ റീച്ച് ആയിട്ടുണ്ടെങ്കിലും അത്ര കാലം പിടിച്ചു നിൽക്കുന്ന ഒരു ഫേസിനുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു കണ്ടന്റ് കൊണ്ട് ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.